വെൽക്കം ടു ലേണിനോ. IBPS ക്ലർക്കിന്റെ PYQ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റീസണിങ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓഗസ്റ്റിൽ നടന്ന എക്സാമിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ റീസണിങ്ങിന്റെ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തു. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ഓൾ ദ കൺക്ലൂഷൻസ് ആൻഡ് ദെൻ ഡിസൈഡ് വിച്ച് ഓഫ് ദ ഗിവൺ കൺക്ലൂഷൻ ലോജിക്കലി ഫോളോസ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഡിസ്റിഗാർഡിംഗ് കോമൺലി നോൺ ഫാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. only a few book are notebook. അപ്പൊ എന്താണ് only a few book എന്താണ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം നോട്ട്ബുക്ക് ആർ നോട്ട് പാർട്സ്. അപ്പം only a few book are എന്താണ് few book are എന്താണ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം നോട്ട്ബുക്ക് ആർ നോട്ട് പാർട്ട്. സം നോട്ട്ബുക്ക് ആർ എന്താണ് നോട്ട് പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കൺക്ലൂഷൻ ഓൾ ബുക്ക് ക്യാൻ ബി നോട്ട് പാർട്ട്. ഓൾ ബുക്സ് ക്യാൻ ബി നോട്ട് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ഉറപ്പില്ല. സം ബുക്സ് ആർ നോട്ട് പാർട്സ്. അത് നമുക്ക് ഉറപ്പില്ല. രണ്ടും നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് പറയാം? നെയ്തർ 1 or 2 ഫോളോസ് പറയാം. അടുത്തത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ സർട്ടൻ കോഡ്. അപ്പം റാം ഗോസ് സ്കൂൾ ഈസ് റിട്ടൺ as RSGWTSMH. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. only few books are എന്തെന്ന് പറയുന്നത് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം നോട്ട്ബുക്ക് ആർ നോട്ട് പാർട്ട്. സം നോട്ട്ബുക്ക് ആർ എന്താണ് നോട്ട് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺക്ലൂഷൻ ആൾ ബുക്സ് ക്യാൻ ബി നോട്ട് പാർട്സ്. എല്ലാ ബുക്സ് എന്താണ് നോട്ട് പാർക്ക് ആകാനുള്ള സാധ്യത ഉണ്ട്. സം ബുക്സ് ആർ നോട്ട് പാർട്സ്. ബുക്കും നോട്ട് പാർട്ട് തമ്മിലൂടെ ഇന്റർസെക്ഷൻ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒന്നാമത്തെ എന്താണ് ഫോളോ ചെയ്യാൻ പറ്റും. ഓൺലി കൺക്ലൂഷൻ 1 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതേപോലെ വരുന്ന നമുക്ക് വേറെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അതായത് ഓൾ ഫ്രൂട്ട്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. all fruits are എന്താണ് all fruits are healthy. some vegetables are രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് not healthy. 3 only a few fruits are sweet. ഫ്രൂട്ട്സ് ആർ എന്തെന്ന് പറയുന്നു സ്വീറ്റ്സ് എന്ന് പറയുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഷൻസ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺക്ലൂഷൻസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൺക്ലൂഷൻസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാല് എന്താണ് some sweet things are healthy. അടുത്തത് some vegetables are എന്താണ് healthy. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാമെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ഇതൊക്കെ തന്നെയാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് നോക്കാം. ഓൾ ഫ്രൂട്ട്സ് ആർ ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ഓൾ ഫ്രൂട്ട്സ് ആണ്. ഓൾ ഫ്രൂട്ട്സ് ആർ എന്താണ്? ഹെൽത്തി എന്ന് പറയുന്നത്. സം വെജിറ്റബിൾസ് ആർ നോട്ട് ഹെൽത്തി. അപ്പൊ വെജിറ്റബിൾസ് നമുക്ക് വേറെ വരയ്ക്കാം, ഹെൽത്തി അല്ല. only a few fruits are sweet. only a few fruits are എന്താണ്? സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വീറ്റ്സിനെ ഇങ്ങനെ വരയ്ക്കാം. അടുത്ത കൺക്ലൂഷൻ, സം സ്വീറ്റ് തിങ്സ് ആർ ഹെൽത്തി. സം സ്വീറ്റ് തിങ്സ് ആർ ഹെൽത്തി എന്ന് പറയുന്നത് ശരിയല്ലേ? ഒന്നാണ്. സം വെജിറ്റബിൾസ് ആർ ഹെൽത്തി. സം വെജിറ്റബിൾസ് ആർ ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? only one follows. only one follows എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എത്താനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും എങ്ങനെ നമുക്കിത് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓൾ ഫ്രൂട്ട്സ് ആർ ഹെൽത്തി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എപ്പിട്ടു ഫ്രൂട്ട്സ് ആർ ഹെൽത്തി എന്നൊരു ഇതിൽ വരച്ചു വെച്ചു. സം വെജിറ്റബിൾസ് ആർ നോട്ട് ഹെൽത്തി. അപ്പൊ അത് നമ്മൾ വേറെ വരച്ചു. only a few fruits are sweet. only a few fruits are sweet എന്നുള്ളത് നമ്മൾ അല്ലാതെയും വരച്ചു. ഫ്രൂട്ട്സിനോട് ചേർത്ത് വരച്ചു. സം സ്വീറ്റ് തിങ്സ് ആർ ഹെൽത്തി ആണ് ഒന്നാമത്തെ കൺക്ലൂഷൻ. അപ്പൊ സം സ്വീറ്റ് തിങ്സ് ആർ ഹെൽത്തി. സ്വീറ്റ് ഹെൽത്തി എന്ന് പറയുന്നത് ഇത്രയും വലിയ പോർഷൻസിൽ, ഇത്രയും വലിയ ഒരു പോർഷൻസ് എല്ലാം ഹെൽത്തിയാണ്. ഇതിനകത്ത് വരുവാണ് സ്വീറ്റ്. അപ്പൊ സം സ്വീറ്റ് തിങ്സ് ആർ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ശരിയാണ്. സം വെജിറ്റബിൾസ് ആർ ഹെൽത്തി. സം വെജിറ്റബിൾസ് ആർ ഹെൽത്തി. അതും എന്താണ്? അത് വരുന്നില്ല, ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് only one എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഇനി അടുത്ത ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ എഴുതാം. അതില് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ നമുക്കിത് സം വുഡ് ആർ സ്റ്റീൽ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ എഴുതുവാണ്. സം വുഡ് ആർ സ്റ്റീൽ. 2 സം സ്റ്റീൽ ആർ നോട്ട് അയൺ. 3 only a few irons are copper. ഇങ്ങനെ നമുക്ക് കിടപ്പുണ്ട്. അപ്പം ഇതിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം അയൺ ആർ നോട്ട് സ്റ്റീൽ. സം അയൺ ആർ നോട്ട് സ്റ്റീൽ. അടുത്തത് ആൾ കോപ്പർ being steel is a possibility എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് നമുക്ക് 2 കൺക്ലൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് ആൻസർ ഇത് ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് വരച്ച് നോക്കാം. നമുക്കിത് സം വുഡ് ആർ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സം വുഡ് ആർ എന്താണ്? സ്റ്റീൽ ആണ്. സം സ്റ്റീൽ ആർ നോട്ട് അയൺ. അപ്പൊ അയണിനെ നമ്മൾ മാറ്റി വരയ്ക്കുക. only a few iron are copper. few iron are എന്താണ്? കോപ്പർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. സം അയൺ നമുക്ക് കൺക്ലൂഷൻ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? സം അയൺ ആർ നോട്ട് സ്റ്റീൽ. സം അയൺ ആർ നോട്ട് സ്റ്റീൽ. അതെന്താണ്? ശരിയാണ്. സം അയൺ ആർ നോട്ട് സ്റ്റീൽ. അങ്ങനെ അയണും സ്റ്റീലിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. ആൾ കോപ്പർ ബീങ് സ്റ്റീൽ ഈസ് എ പോസിബിലിറ്റി. അതെന്താണ്? പോസിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പോസിബിൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ എന്താ? ആൻസർ എന്ത് വരും ഇതിനകത്ത്? ആൻസർ എന്ന് പറയുന്നത് only 2 followers ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് only 2 followers എന്നുള്ളതാണ് നമുക്ക് വരുന്നത്.
അടുത്തത് direction, study the following information to answer following questions in a certain code. Ram goes to school. Ram goes to school. അതെങ്ങനെ എഴുതി? RX, GM, TS, MS. He goes hospital. അത് നോക്കി. He studies in school is written as ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. Ram work in hospital is written as. What is the code for word school എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്കൂളിന്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരേ വാക്കുകൾ വരുന്നത് ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. ഗോസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഗോസ് വരുന്നുണ്ട്. ഇവിടെയും എന്താണ്? ഗോസ് വരുന്നുണ്ട്. അപ്പൊ ഗോസ് ഇവിടെ രണ്ടിടത്തും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് GW ആണ് വരുന്നത്. അപ്പൊ GW ആണ് എന്ത്? ഗോസ് എന്ന് മനസ്സിലായി. ഇനി he studies in school is written as. Ram's work is in hospital. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഇന്നും വരുന്നുണ്ടല്ലോ. ഇന്ന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് GA ആണ്. അപ്പൊ GA ആണ് എന്ന് മനസ്സിലായി. സ്കൂളിന്റെ അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് GA ഇന്നെന്ന് മനസ്സിലായി. ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി ഇതിൽ രണ്ടില് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടില് ഹോസ്പിറ്റൽ വരുന്നെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതാണുള്ളത്? LP അല്ലേ ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ LP ആണ് ഹോസ്പിറ്റൽ എന്ന് മനസ്സിലായി. LP ആണ് ഹോസ്പിറ്റൽ എന്ന് മനസ്സിലായല്ലോ. ഈ GAയും LPയും പോയി. ഇനി KTയും RXും ഉണ്ട്. KTയും RXും ഉണ്ട്. നമുക്ക് സ്കൂളിന്റെ ആണ് വേണ്ടുന്നത്. സ്കൂളിനകത്ത് നമുക്ക് EZഉം YRനെ ഒഴിവാക്കാൻ പറ്റുമോ നോക്കുക. നമുക്ക് സ്കൂൾ എന്ന ടേം വരുന്നത് EZ, YR, MH എന്നതാണ്. GA ഇന്നായി മാറി. EZ എന്തായി മാറും? EZ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഇതിൽ രണ്ടിലുമാണ്. He goes ഹോസ്പിറ്റലും he studies in സ്കൂളും ആണ്. അപ്പൊ അതിന് EZ he ആണ് മനസ്സിലായി. അപ്പൊ അതും പോയി. ഇനി നമുക്ക് YR MH ആണ്. അപ്പം സ്കൂൾ നമുക്ക് സ്കൂൾ ഇതിലും വരുന്നുണ്ട് അല്ലെ? ഇതിലും കോമൺ ആയിട്ട് MH അല്ല വരുന്നുള്ളൂ. സ്കൂൾ ഇതിലും MH ആയി വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് MH ആണ് സ്കൂൾ എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. MH ആണ് സ്കൂൾ. ഓപ്ഷൻ 2 ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഹോസ്പിറ്റലിന്റെ കോഡ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ നമുക്ക് രണ്ട് ടേമിൽ ഇത് രണ്ടിലും ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതിൽ നിന്ന് ഹോസ്പിറ്റലിന്റെ ടേം നമുക്ക് എന്താണ് കിട്ടുന്നത്? GWLP. ഗോസ് ഹോസ്പിറ്റൽ GWLP എന്ന് കിട്ടും. സ്റ്റഡീസിന്റെ കോഡ് നമുക്ക് ഇതിനകത്ത് RX എന്ന് കിട്ടും. വാട്ട് ഈസ് ദ കോഡ് ഫോർ വേർഡ്? വർക്ക്സിന്റെ കോഡ് നമുക്ക് KT. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അല്ല ഒരു മിനിറ്റ്. വാട്ട് ഈസ് ദ കോഡ് ഫോർ വേർഡ് റാം? റാമിന് നമുക്ക് ഇവിടെ കിട്ടുന്നത് RX എന്നാണ്. RX എന്ന് കിട്ടും. How many such digits are in the number 6315784? Each of which has as many digits between them in the number as are there in the general numerical order. 6315784. General numerical order പോലെ തന്നെ എത്ര ഡിജിറ്റ്സ് ഓരോ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് അതേപോലെ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3, 5, 3, 5, 4, 5.
അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ ഒരു ഡിജിറ്റേ വരുന്നത്. അപ്പൊ ഇതൊരു പേരായിട്ട് എടുക്കാം. അതുപോലെ പിന്നെ 7ഉം 8ഉം അതുകൊണ്ട് ഇപ്പൊ 2 പേരാണ് നമുക്ക് എന്തെടുത്ത് ആൻസർ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലത്ത് വേറൊരു ക്ലാസ്സിലൂടെ